ജയകൃഷ്ണന്റെ അനുജത്തിയാണ്. ആ കല്യാണം നടന്നില്ലെങ്കിൽ യമുനേട്ടത്തി ജീവൻ ഉപേക്ഷിച്ചെന്ന് വരും. അങ്ങനെയല്ലല്ലോ അവൾ എന്നോട് പറഞ്ഞത്. വഴിയൊഴിഞ്ഞു തന്നില്ലെങ്കിൽ കൊല്ലുമെന്നാണല്ലോ. അവളത് പറഞ്ഞേ ഉള്ളൂ, ഞങ്ങൾ ചെയ്തെന്ന് വരും. എന്റെ ചേച്ചിയുമായുള്ള കല്യാണം വേണ്ടെന്ന് വെക്കണം. അത് നിന്റെ ചേച്ചി വന്ന് പറയട്ടെ, അപ്പ ആലോചിക്കും. ഒരിക്കൽ നിങ്ങൾ ബലമായി കവർന്നെടുത്തതാ എന്റെ ചേച്ചിയുടെ ജീവിതം. ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. അന്ന് നിങ്ങളെ ശിക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി ശിക്ഷ കിട്ടും. പണ്ട് ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ ഒന്നിച്ച് നിങ്ങളെ വേട്ടയാടാൻ വരും. നിങ്ങൾക്ക് എന്റെ ചേച്ചിയോട് നീതി പുലർത്താൻ പറ്റില്ല. നീ എന്താ വിളിച്ചേ? ഭരതേട്ടൻ. ഒരിക്കൽ കൂടി വിളിക്കാമോ? എന്തിനാ? കേൾക്കുമ്പോ ഒരു സുഖം തോന്നുന്നു. ഇനി കല്യാണം കഴിഞ്ഞിട്ട് വിളിക്കാം, പോരെ? കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മതിയെന്ന് അമ്മ പറയുന്നത്. അമ്മയോ? ഓ, ഭാനുമതി എടുത്തി. ശരിക്കും അമ്മയല്ലാത്തതുകൊണ്ടാ മറന്നു പോന്നത്. വീട്ടിലും മായ തനിച്ച. പോട്ടെ. ഏട്ടത്തിയമ്മ ദൂരെയുള്ള ഏതോ ഒരു അമ്പലത്തിൽ പോയിരിക്കുക, എന്റെ മനസ്സ് മാറാൻ. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവോ അശ്വതി? ഇല്ല. അതെന്താ? എന്റെ മനസ്സിലുള്ളത് എല്ലാ ഈശ്വരന്മാർക്കും കാണാൻ പറ്റും. എന്താ അവിടെ ഉള്ളത് ഞാനറിയാതെ? സ്നേഹം. അന്ന് പറഞ്ഞില്ലേ, കടലോളം സ്നേഹം. പോട്ടെ. പോകാൻ ഞാൻ പറയില്ല. ഇവിടെ ഒരുപാട് നേരം നിൽക്കണമെന്നുണ്ട്. എന്തിനാ? ഈ മുഖം അങ്ങനെ തന്നെ പറിച്ചെടുത്ത് മനസ്സിൽ സൂക്ഷിക്കാൻ. സ്നേഹത്തെപ്പറ്റി പറയേണ്ടത് ഇങ്ങനെയല്ല. പിന്നെ? അത് പറയാൻ പറ്റില്ലല്ലോ, അനുഭവിക്കുകയല്ലേ വേണ്ടത്. അതെ, അനുഭവിക്കണം. എല്ലാം ഒന്നിച്ച് ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമിയും ആകാശവും സാക്ഷി നിർത്തി. എന്തൊക്കെയാ നീ പറയുന്നത്? നമ്മുടെ കല്യാണത്തിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടാവോ? ആകാശവും ഭൂമിയല്ലാതെ. അതാ പറഞ്ഞത്. പോട്ടെ. ഏട്ടനെവിടെ? കടയിലേക്ക് പോയി. ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാം തീരുമാനിച്ചല്ലേ? ഇനി ഞങ്ങൾക്കാർക്കും ചേച്ചിയോടൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നെയും മിണ്ടാൻ പറ്റാണ്ടാക്കിയില്ലേ? എന്തിനാ ചേച്ചി ഞങ്ങളെയൊക്കെ ഇത്രയ്ക്ക് ക്രൂരമായി ശിക്ഷിക്കുന്നത്? ഏട്ടന്റെ മനസ്സ് മുറിഞ്ഞ് ചോര വരുന്നത് കാണാൻ പറ്റുന്നില്ല ചേച്ചിക്ക്? നമ്മുടെ ഏട്ടനെ നമുക്കല്ലാണ്ട് മറ്റാർക്കാ മനസ്സിലാവുക? എനിക്ക് കാണാൻ പറ്റും ഏട്ടന്റെ ഇടനെഞ്ചിന്റെ വിങ്ങൽ. തൊട്ടറിയാൻ പറ്റും മനസ്സിന്റെ നീറ്റിൽ. ശപിക്കപ്പെട്ട ആ രാത്രിയില് എന്റെ നേരെ കണ്ണടച്ചോണ്ട വിജയേട്ട സാരി എറിഞ്ഞു തന്നത്. നടക്കാൻ പറ്റില്ലായിരുന്നു ഏട്ടന്. ഒരു പുഴുവിനെ പോലെ എഴുന്ന ഏട്ടൻ വന്നത്. തൊട്ടപ്പോ ഏട്ടന്റെ കാലിലൂടെ ഒലിച്ചിറങ്ങിയ ചോരയുടെ നനവ് ഞാൻ അറിഞ്ഞു. എന്നിട്ട് ചേച്ചി എന്താ ഇങ്ങനെ? അതിനിയും നിനക്ക് മനസ്സിലായില്ലേ മോളെ? നിന്റെ ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും അവനെ ജീവനോട് ദഹിപ്പിക്കാനുള്ള ചിത എരിയുന്നുണ്ട്. അതണയണമെങ്കിൽ ഭരതന്റെ ജീവനില്ലാത്ത ശരീരം കാണണോ എനിക്ക്? ഭാനുമതി അടുത്തി അവനെ മോനെ എന്ന് വിളിച്ച് നെഞ്ചിൽ ചേർത്തണച്ച് കരയുമ്പോ ഈ നാട്ടുകാരോടൊപ്പം നിന്ന് ഉറക്കെ ചിരിക്കും ഞാൻ. അപ്പൊ നീ പറയണം മോളെ നമ്മുടെ ഏട്ടനോട്, ഈ അശ്വതി ഏട്ടനെ ഏട്ടത്തിയമ്മയും സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിച്ചിരുന്നു എന്ന്. ഓരോ തവണ ഏട്ടനെ തള്ളിപ്പറയുമ്പോഴും മനസ്സുകൊണ്ട് 1000 വട്ടം മാപ്പ് പറഞ്ഞിരുന്നു. എന്നാലും ചേച്ചി ഒക്കെ കഴിഞ്ഞു പോയതല്ലേ? ഇനിയും വേണോ ഈ വാശിയും വൈരാഗ്യമൊക്കെ? ഏട്ടനെല്ലാം മറന്നില്ലേ? ചേച്ചിക്ക് മറന്നുകൂടെ? എല്ലാം മറക്കണമെങ്കിൽ ഞാൻ മരിക്കണ്ടേ മോളെ? മരിച്ചില്ലല്ലോ, ഇത്രയും കാലം ജീവിച്ചില്ലേ? അത് ഭരതനെ നേരിട്ട് കാണാൻ വേണ്ടിയായിരുന്നില്ലേ? കാത്തു കാത്ത് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോ പ്രതികരിക്കണ്ടേ ഞാൻ? ഈ നാട്ടിലെ ഓരോ പെണ്ണുങ്ങൾക്കും വേണ്ടി. എനിക്ക് പേടിയാവുന്നു ചേച്ചി. ഞാനും പേടിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുൻപ്. അന്ന് എനിക്ക് മാത്രമല്ല, ജനിച്ചു വീഴുന്ന കുഞ്ഞിനും കൂടി ഭയമായിരുന്നു അവനെ. എങ്ങനെ വിശേഷിപ്പിക്കും ഞാൻ ആ ചെകുത്താനെ? അസുരനെന്നോ?
രാക്ഷസനെന്നോ? പോരാ, അതൊന്നും അല്ലല്ലോ അവൻ. ഒരുപാട് പേരുടെ ജീവൻ കവർന്നെടുത്ത് പലർക്കും അംഗഭംഗം വരുത്തിയ, ഒരുപാട് പെണ്ണുങ്ങളുടെ മാനം കവർന്നെടുത്ത ആ കാട്ടാളനെ എന്ത് പേര് പറഞ്ഞാ ഞാൻ വിളിക്കേണ്ടത്? ഒരു പേരും പകരമാവില്ല. എന്നാലും വിളിക്കണ്ടേ ഞാൻ അവനെ ഭരതേട്ടനെന്ന്? എന്റെ കഴുത്തിലൊരു മിന്നു കെട്ടുമ്പോ വർഷങ്ങളായി തപസ് ചെയ്ത് ഈ അശ്വതി നേടിയെടുത്ത അപൂർവ സൗഭാഗ്യം. ഇനി ആര് പറഞ്ഞാലും ചേച്ചി കേൾക്കില്ലെന്നറിയാം. എല്ലാരെയും ഉപേക്ഷിച്ച് പോവേയല്ലേ. എന്നാലും വീണ്ടും ഒന്നിച്ച് ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിച്ചു പോവാ. അയാളെ കൊല്ലാതിരുന്നൂടെ? എന്നിട്ട് വേറൊരു നാട്ടിലേക്ക് പോയി സുഖമായി സന്തോഷത്തോടെ നമുക്ക് ജീവിച്ചൂടെ? എവിടെ പോയാലും വൃത്തികെട്ട ആ ഓർമ്മകൾ കൂടെ വരും മോളെ. 8 വർഷമായിട്ട് മറക്കാൻ കഴിയാത്തതൊക്കെ പിന്നെ എങ്ങനെ മാഞ്ഞു പോവും മനസ്സിന്ന്? എവിടെ പോയാലും നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല. അത് നീ കാണുന്ന സ്വപ്നം മാത്രം. കല്യാണത്തിന് ഏട്ടനും ഏട്ടത്തെയും പങ്കെടുക്കില്ല, എനിക്കും വരാൻ പറ്റില്ല. സാരമില്ല, നടക്കാൻ പോകുന്നത് എന്റെ കല്യാണം അല്ലല്ലോ, ഭരതന്റെ ശവമടക്കല്ലേ. ഒരു ഭാര്യ എന്ന നിലയിൽ ആർഭാടമായി ആഘോഷിക്കണ്ടേ ഞാൻ? അതിനെ ഇപ്പൊ എല്ലാവരും ഉപേക്ഷിച്ച് മറ്റൊരു ജന്മം തേടി ചേച്ചി പോകുന്നത്. ഇനി ഒരു പെണ്ണിനും എന്റെ ഗതി വരാൻ പാടില്ല മായ. അവർക്കൊക്കെ വേണ്ടി ഞാൻ ശബ്ദിക്കണം, ഒടുവിൽ ഇല്ലാതാവണം. പക്ഷേ അതിനു മുൻപ് അവൻ പിടഞ്ഞു തീർന്നിരിക്കും. ചേച്ചി തടയില്ലേ മോളെ? വീണ്ടും വീണ്ടും പറയാ ഞാൻ, ഇതൊന്നും നീ ആരോടും പറയരുത്. നിന്റെ മുഖത്ത് പോലും ഭാവം മാറരുത്. ഈ ചേച്ചി പോകുമ്പോ യാത്ര പറയാൻ പറ്റിയെന്ന് വരില്ല. പരസ്പരം കണ്ടാ ചിലപ്പോ കണ്ണുകൾ നിറഞ്ഞു എന്ന് വരും. കരയാൻ പാടില്ലല്ലോ. മനസ്സിലെ ചിത അണഞ്ഞു പോവില്ലേ? എവിടെ പോയാലും ഈ ചേച്ചി നിനക്ക് വേണ്ടി മാത്രമല്ല, ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവന് നമ്മുടെ അച്ഛനും അമ്മയല്ലേ. അവരുടെ ഒരു തുള്ളി കണ്ണീരിന് എന്റെ ജീവന്റെ വിലയുണ്ട്. എങ്ങോട്ടാ ഭാനുമതി രാത്രിയില്? എന്ത് പറഞ്ഞോന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. എനിക്കറിയാം നീ എങ്ങോട്ടാ പോകുന്നതെന്ന്. പറയട്ടെ? അതറിയെങ്കിൽ പിന്നെന്തിനാ എന്നോട് ചോദിച്ചത്? നീ സത്യം പറയുമോന്നറിയാൻ. പറയാം, കേട്ടോളൂ. ഭരതന് ചോറ് കൊടുക്കാൻ. അവൻ എന്റെ ശത്രു അല്ലേ ഭാനുമതി? ഭർത്താവിന്റെ ശത്രുവിന് ആഹാരം കൊടുക്കാമോ? അവനെ ഈ നാട്ടുകാർക്കൊക്കെ പേടിയ വിശ്വട്ട. ആരും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുന്നില്ല. ആ പേടി നിലനിൽക്കണം ഭാനുമതി. ഇന്നല്ലെങ്കിൽ നാളെ എന്നോടൊപ്പം വരേണ്ടവനല്ലേ അവൻ? വരില്ലെന്നവൻ പറഞ്ഞതല്ലേ? പറഞ്ഞു. അത് മാറ്റി പറയിപ്പിക്കണ്ടേ? കൊണ്ടുവരണ്ട അവനെ ബംഗ്ലാവിലേക്ക്, പഴയ ഭരതനായിട്ട്. ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? എന്റെ സമ്മതം വേണ്ടായിരിക്കും, പക്ഷേ അവന്റെ സമ്മതം വേണ്ടേ? സമ്മതിക്കും ഭാനുമതി. പട്ടിണി കിടന്ന് നരയിക്കുമ്പോ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരുവനെ. അത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് വിശ്വട്ട. ഇങ്ങോട്ട് മാറി. വിശ്വട്ട, വിശ്വട്ട, ഇപ്പോഴോ? പിണങ്ങിപ്പോയവരെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും നല്ല മാർഗം ഉപരോധമാണ്. ഊരുവിലക്കെന്നും പറയാം. ഈ നാട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതിരുന്നാൽ പിന്നെ എങ്ങോട്ട് പോകും ഭരതൻ? അവൻ പട്ടിണി കിടന്ന് മരിക്കാൻ തീരുമാനിച്ചാലോ? അപ്പൊ ഞാൻ വേറെ നമ്പർ ഇറക്കും. കൊല്ലാൻ മടിയുണ്ടായിട്ടല്ല, ആ വീട്ടിലിട്ട് കത്തിക്കാൻ ഒരേ ഒരു നിമിഷം മതി എനിക്ക്. അങ്ങനെ വേസ്റ്റാക്കി കളയാൻ പറ്റുമോ ഭരതന്റെ ജീവൻ? ഇത് ഞാനും ഭരതനും തമ്മിലുള്ള പോരാട്ടമാണ്. അന്തിമ വിജയം എനിക്ക് വേണം. ഒന്നുകിൽ ഭരതൻ എനിക്ക്, അല്ലെങ്കിൽ വിട്ടുകൊടുക്കും ഞാൻ യമധർമ്മന്.
നാട്ടുകാർക്ക് നിന്നെ പേടിയാണോ? ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചോ? ഇന്നലെയോ? ഈ നാട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും ആരും എനിക്ക് തരത്തില്ല. ഹോട്ടലിൽ ചെന്ന ആളുകളൊക്കെ ഇറങ്ങി ഓടും. ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ വാതിലടച്ച് സാക്ഷിയെടുത്തു. അങ്ങ് സിറ്റി പോയാൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റും. ഇപ്പോഴാ വിശപ്പിന്റെ തനി സ്വരൂപം ഞാൻ കണ്ടത്. നിനക്ക് എന്നെ വന്ന് കാണായിരുന്നില്ലേ? പിന്നെ അതിന്റെ പേരിൽ അമ്മയ്ക്ക് മുതലാളിയുടെ കയ്യും തല്ലുകൊള്ളേണ്ടി വരില്ലേ? അതുകൊണ്ടാ ഞാൻ ബംഗ്ലാവിലേക്ക് വരാൻ മടിച്ചത്. ആദ്യം ഒരു സ്റ്റൗ വാങ്ങണം, പിന്നെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, പലവ്യഞ്ജനം, പച്ചക്കറി. ഇതൊക്കെ എന്തിനാ? നീ ഇനി തനിച്ചല്ല, കൂടെ ഒരു പെണ്ണോടി ഉണ്ടാവും. അവളെ പോറ്റണ്ടേ? എന്റെ കല്യാണം നടക്കാൻ പോകുന്നു വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതും അശ്വതിയുമായിട്ട്. നല്ലൊരു സ്വപ്നം കാണുന്ന പോലെ ഉണ്ട്. സ്വപ്നമല്ല, സത്യമാ. നീ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം നിനക്ക് ഈശ്വരൻ തന്നു ഭരത. മുമ്പ് നിലവിളികൾ മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ മനസ്സിലുള്ളത് കേട്ടു മറന്ന ഒരു താരാട്ട. നിന്റെ അച്ഛനെയും അമ്മയും നീ ഓർക്കുന്നുണ്ടോ? മുമ്പ് ഓർക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോ വർഷങ്ങൾക്ക് പിന്നിൽ എവിടെയോ അവരുടെ പിടഞ്ഞു തീർന്ന നിലവിളിയുണ്ട്. മുഖത്ത് കറുത്ത തുണിയിട്ട കുറെ ആളുകൾ. അവരാദ്യം കൊന്നത് അമ്മയാണ്. അത് കണ്ട് തടയാൻ പോയതാവണം അച്ഛൻ. തെറിച്ചു വീണ കണ്ണട ചവിട്ടി മതിച്ചുകൊണ്ടാ മൂന്നാമത്തെ ആൾ അകത്തെ മുറിയിലേക്ക് ഓടിയത്. അവിടെ എൻ്റെ കുഞ്ഞനുജിത്തി ഉണ്ടായിരുന്നു. ഞാൻ അവസാനമായിട്ട് കേട്ടത് അവളുടെ കരച്ചില. ആരായിരുന്നു അവര്? എന്തിനായിരുന്നു അവരെന്റെ അച്ഛനെയും അമ്മയും അനിയത്തിയും ഒക്കെ കൊന്നത്? ഒരു സൂചന കിട്ടിയാൽ മതി. ആരെങ്കിലും ഒരാളുടെ മുഖം ചൂണ്ടിക്കാണിച്ചു തന്നാൽ മതി. ശേഷിക്കുന്ന സത്യം ഞാൻ കണ്ടുപിടി. എന്തിനായിരുന്നു അവരെന്റെ അച്ഛനെയും അമ്മയും അനിയത്തിയും ഒക്കെ കൊന്നത്? ഒരു സൂചന കിട്ടിയാൽ മതി. ആരെങ്കിലും ഒരാളുടെ മുഖം ചൂണ്ടിക്കാണിച്ചു തന്നാൽ മതി. ശേഷിക്കുന്ന സത്യം ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനോ? ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ പുതിയ ജന്മമാണിത്. സ്നേഹിക്കാൻ വേണ്ടി മാത്രമുള്ള ജന്മം. അവിടെ പ്രതികാരത്തിന് സ്ഥാനമില്ല. നിന്റെ മനസ്സിൽ ഇനി സ്നേഹവും കാരുണ്യവും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അമ്മ പറയുന്നത് ശരിയാ. അമ്മ അങ്ങനെ വിളിക്കാൻ പഠിച്ചു അല്ലേ? അങ്ങനെ വിളിക്കുമ്പോഴാ ഞാനൊരു പുതിയ മനുഷ്യനായി എന്നുള്ള തോന്നലുണ്ടാവുന്നു. ഇനി അവൾ കൂടി വരണം ഈ വീട്ടിലേക്ക്, ഒപ്പം നിന്റെ മനസ്സിലേക്കും. വന്നു കഴിഞ്ഞല്ലോ. ഇനി ആ ചടങ്ങ് മാത്രമല്ലേ ബാക്കിയുള്ളൂ, കല്യാണം. ഓർമ്മയുണ്ടാവണം ഏത് നിമിഷവും അവൾ അനുഭവിച്ച ദുരിതങ്ങളുടെ കഥ. അവളുടെ മനസ്സിൽ നീ ഉണ്ടാക്കിയ മുറിവുകളുടെ ആഴം വളരെ വലുതാണ്. സ്നേഹം കൊണ്ട് മാത്രമേ നീ അശ്വതിയോട് ചെയ്ത ക്രൂരതകൾ തിരുത്താൻ പറ്റൂ. എനിക്കതറിയാം. ഇനി അവളുടെ കണ്ണിൽ കണ്ണീരുണ്ടാവില്ല. ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. സൂക്ഷിക്കണം. ഈ കല്യാണം നടത്തില്ലെന്ന വാശിയില്ല വിശ്വേട്ടൻ. എനിക്കതറിയാം. പക്ഷേ കടപ്പാടുകളുടെ കണക്കുകൾ പറഞ്ഞ് നിന്നെ പ്രലോഭിപ്പിക്കാൻ ഇനിയും വിശ്വേട്ടൻ വരും. മുതലാളിയുടെ 100 തെറ്റുകൾ വരെ ഞാൻ ക്ഷമിക്കും. 101ാമത്തെ തെറ്റ്, അത് അവസാനത്തെ തെറ്റായിരിക്കും. മറന്നിട്ടില്ല ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ. പേരറിയാത്ത ഒരു രാജാവ്. ഒടുവിൽ കൃഷ്ണൻ അയാളെ കൊല്ലേണ്ടി വന്നു. അപ്പൊ വിശ്വേട്ടനെ നീ? എനിക്കറിയാം എന്റെ അമ്മ പിന്നെ തനിച്ചാവുന്നു. പക്ഷെ എതിരെ വന്നാൽ എത്ര തവണ ക്ഷമിക്കണം ഞാൻ? എന്റെ കഴുത്തിൽ ഇപ്പോഴും വിശ്വേട്ടൻ ഇട്ടു തന്നൊരു താലിയുണ്ട്. ഓർമ്മിപ്പിച്ചതല്ല, കൊല്ലരുതെന്നും പറയുന്നില്ല. പക്ഷെ ഭരത, നിന്നെ വിശ്വസിച്ചു വരുന്നൊരു പെണ്ണുണ്ട്. അവളെ ഇനി തനിച്ചാക്കിക്കൂടാ. ശേഷിക്കുന്ന ജീവിതം മുഴുവൻ കാണിക്കയായി അവളുടെ കാൽക്കൽ അർപ്പിക്കാൻ ഞാൻ. നഷ്ടപ്പെട്ട മുഴുവൻ സ്നേഹവും ഒന്നിച്ചു തന്ന് ചെകുത്താനെ മനുഷ്യനാക്കിയ മാലാഖയല്ലേ അവള്. പകരം കൊടുക്കേണ്ടത് എന്റെ ജീവനാ. എടുത്തോട്ടെ അല്ലേ? എന്താ അവള് നിന്നെ കല്യാണം കഴിക്കുന്നത് കൊല്ലാനാണെന്ന് കരുതിയോ? കൊല്ലുന്നെന്തിനാ?
ചോദിച്ചാ സന്തോഷത്തോടെ ഞാൻ തന്നെ കൊടുക്കുമല്ലോ ഈ ജീവൻ. പകയുടെയും പ്രതികാരത്തിന്റെയും മരണത്തിന്റെയും ഒക്കെ കഥകൾ പറഞ്ഞ് നീ അശ്വതിയെ പേടിപ്പിക്കണ്ട. പഴയതൊക്കെ മറക്ക്. പുതിയൊരു ജീവിതം തുടങ്ങ്. അതാ ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. ദാ ഇത് വെച്ചോളൂ. എന്തിനാ? ആവശ്യം വരും. ഈ നാട്ടിൽ ഒരാളും എനിക്ക് ഒന്നും തരില്ല, പിന്നെ എന്തിനാ ഇത്? നിനക്കാരും ഒന്നും തരണ്ട. ഒക്കെ നീ ഉണ്ടാക്കണം. പിന്നെ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. എനിക്കതിന് പാചകം ചെയ്യാനും ഒന്നിനും അറിയില്ല. അശ്വതി വരുന്നത് വരെ മാത്രം പോരെ, അത് ഞാൻ പഠിപ്പിച്ചു തന്നോളാം. ആയിക്കോട്ടെ. അമ്മ ഇങ്ങോട്ട് വരുന്ന മുതലാളി കണ്ടോ? കണ്ടിട്ടുണ്ടാവും, സാരമില്ല. ശിക്ഷ കിട്ടില്ല തിരിച്ചു ചെല്ലുമ്പോ. നീ 2 വട്ടം അമ്മയെന്ന് വിളിച്ചില്ലേ? ഇനി എനിക്ക് വേദനിക്കില്ല. അതിങ്ങെടുക്ക. ഞാൻ പോട്ടെ. മോളെ, എന്താമ്മേ? ചോറ് വിളമ്പി. വിശപ്പ് തോന്നുന്നില്ല, അമ്മ കഴിച്ചോളൂ. നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. നീ എന്താ ആലോചിക്കുന്നത്? ജയേട്ടൻ പിന്നെ വന്നില്ലല്ലോ അമ്മേ. എങ്ങനെ വരും? സംസാരിച്ച് അവന്റെ മനസ്സ് മാറ്റുന്നതിന് പകരം എന്തൊക്കെയാ നീ പറഞ്ഞത്? എന്നെ വേണ്ടാന്ന് പറഞ്ഞതിന് അത്രയെങ്കിലും ഞാൻ പറയണ്ടേ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോളെ. നമ്മൾ പെണ്ണുങ്ങളാ ക്ഷമിക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. പൊറുക്കാം, ക്ഷമിക്കാം. വേണമെങ്കിൽ ആ കാൽക്കൽ വീണ് മാപ്പ് പറയാം. എന്നാലെങ്കിലും ജയേട്ടന് മായ മറക്കാൻ കഴിയോ? മായയ്ക്കറിയാലോ മോളെ, നീ ജയനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന്. അമ്മയ്ക്കുറപ്പുണ്ട്. അവൾ നല്ല പെണ്ണാ. നിന്റെ കണ്ണീര് കാണാതിരിക്കില്ല. കുറ്റം അവളുടെ അല്ല, ജയേട്ടന്റെ. ജയേട്ടൻ അവളെ സ്നേഹിക്കുന്നത്. പിന്നെന്താ പ്രശ്നം? മായ പറഞ്ഞോളും ജയനോട് നിന്നെ സങ്കടപ്പെടുത്തരുതെന്ന്. ആര് പറഞ്ഞാലും ജയേട്ടൻ കേൾക്കില്ല. ഞാൻ കണ്ടത് ആ മനസ്സ്. അവിടെ മായ മാത്രമേ ഉള്ളൂ, ഞാനില്ല. മോള് പറ, ഈ അമ്മ എന്താ ചെയ്യേണ്ടത്? ജയേട്ടന്റെ മനസ്സിൽ നിന്ന് മായ ഇറങ്ങിപ്പോയാലേ എന്റെ കല്യാണം നടക്കൂ. അതത്ര എളുപ്പമല്ല. അവള് ജീവനോടെ ഉണ്ടെങ്കിൽ ജയേട്ടന് മറക്കാൻ പറ്റില്ലല്ലോ അവളെ. അപ്പൊ ശേഷിക്കുന്നത് ഒരേ ഒരു വഴി മാത്രം. കൊല്ലണം ഞാൻ അവളെ. ഭ്രാന്ത് പറയല്ലേ മോളെ? ഭ്രാന്തല്ല, സത്യവും ഞാൻ പറഞ്ഞത്. ജയേട്ടന് എനിക്ക് കിട്ടണമെങ്കിൽ മായ ജീവനോട് ഉണ്ടായിക്കൂടാ. എന്നിട്ടെന്താ? ഞാൻ ആഗ്രഹിച്ചത് നടക്കില്ലേ? ജയേട്ടൻ എന്റേത് മാത്രമാവില്ലേ? ഞങ്ങൾ ഒന്നിച്ച് അമ്മയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങില്ലേ? അതിന് വേണ്ടാത്തൊക്കെ ആലോചിക്കുന്നത് എന്തിനാ? അവളെ എന്തെങ്കിലും ചെയ്ത് ആദ്യം ഇങ്ങോട്ട് വരുന്ന ജ്യേഷ്ഠനാവില്ല, പോലീസായിരിക്കും. അസത്ത് ഓരോന്ന് പറയുന്നത് കേട്ടില്ലേ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. എന്റെ അമ്മ പേടിച്ചു പോയോ? പേടിക്കാതെ പിന്നെ? എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ കാണുന്ന സ്വപ്നം മാത്രോ? അവളില്ലാതായാലല്ലേ ജയേട്ടനെ എനിക്ക് കിട്ടൂ. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കൂ അങ്ങനെയൊക്കെ. ജയേട്ടനെ എനിക്ക് വിട്ടു തന്നിട്ട് ആരും കൊല്ലാതെ സ്വയം പോയി ചത്തൂടെ അവൾക്ക്? എന്തു പറ്റി എന്റെ കുട്ടിക്ക്? ചാകുന്നതും കൊല്ലുന്നതും ഒന്നും പറയണ്ട. നല്ല കാര്യം വല്ലതും പറയേ. എന്നാ തറവാട്ട് കാവില് വെച്ച് ഞാൻ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമേ ചിരിച്ച കഥ പറയട്ടെ? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ? അമ്മയെ കരയിക്കണമെന്ന് നിർബന്ധമാണോ? കരഞ്ഞു കരഞ്ഞ് നിന്നെ പോലെ ഈ അമ്മയ്ക്കും കണ്ണീരില്ലാതായി. ആകെപ്പാടെ ഒരു മൂടല മനസ്സില്. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു രൂപം ഇല്ലാണ്ടായി. ഒരിക്കലും വരില്ലാന്നുറപ്പുള്ള ആളെ കാത്തിരുന്നിട്ട് ഒരു ജന്മം പാഴാക്കരുതെന്ന് ആരോ പറയുന്ന പോലെ. അത് മറ്റാരും ആവില്ല, നിന്റെ അച്ഛൻ തന്നെയായിരിക്കും. അച്ഛൻ എന്നോട് പറയുന്നത് അങ്ങനെയല്ലമ്മേ. എനിക്ക് കിട്ടാത്ത ജീവിതം മറ്റൊരു പെണ്ണിനും കൊടുക്കരുതെന്നാ. ഞാൻ കരഞ്ഞതുപോലെ മായം കരയണമെന്നാ. അച്ഛൻ പറഞ്ഞത് കേൾക്കണ്ടേ ഞാൻ? ഒരു ജീവിതകാലം മുഴുവൻ കരയിക്കണ്ടേ അവളെ? യമുനെ, അമ്മ പേടിക്കണ്ട. ഇത് ഞാൻ മനസ്സിൽ താലോലിക്കുന്ന സ്വപ്നം. നീ
ഭരതനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. തുറന്നു പറയണോ എന്നോട്? കഴിഞ്ഞതെല്ലാം മറന്ന് തുറന്ന മനസ്സോടെ നിനക്കവനെ സ്നേഹിക്കാൻ കഴിയോ? അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? അമ്മ അങ്ങനെ വിളിക്കണമെന്ന് അവൻ പറഞ്ഞുവല്ലേ? ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല. ശരിക്കും ഇഷ്ടമായിട്ടാണോ നീ കല്യാണത്തിന് സമ്മതിച്ചത്? ആദ്യമൊക്കെ വെറുപ്പായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോ തോന്നി, ചെയ്ത തെറ്റുകൾക്ക് പകരം ജീവിതം തരാൻ തയ്യാറായല്ലോ ഭരതേട്ടൻ. അതുകൊണ്ടാ സമ്മതിച്ചത്. ഭരതേട്ടൻ, ഇനി എനിക്ക് മറുപടി വേണ്ട. അതെന്താ? ഭരതേട്ടൻ എന്ന് വിളിക്കാനും അവൻ പറഞ്ഞതാണോ? അല്ല, ഞാൻ തീരുമാനിച്ചത്. നന്നായി മോളെ. നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് അവൻ പലവട്ടം മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ? വർഷങ്ങൾക്ക് മുൻപ് എന്നോട് കാട്ടിയ ക്രൂരത, അതിന്റെ വേദന അവൻ അറിയണ്ടേ? എന്താ മോളെ? ഏയ് ഒന്നുമില്ല. പെട്ടെന്ന് ഏട്ടനെ ഏട്ടത്തേമ്മയും കുറിച്ച് ആലോചിച്ചു. മായയും വരില്ലേ കല്യാണത്തിന്? ഏട്ടൻ സമ്മതിച്ചാലല്ലേ വരാൻ പറ്റൂ. ഞാൻ എത്ര വട്ടം പറഞ്ഞതാ വിജയനോട്, ഭരതന്റെ മനസ്സ് മാറിയെന്ന് വിശ്വസിക്കണ്ടേ? ഏട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിക്കൂ? എനിക്ക് മനസ്സിലായി ഭരതേട്ടൻ പറയുന്നതൊക്കെ സത്യമാണെന്ന്. ഇപ്പോ നീയും ഞാനും അല്ലാതെ മറ്റാരും വിശ്വസിക്കുന്നില്ല ഭരതൻ നല്ലവനായെന്ന്. അതിപ്പോഴല്ലേ. ഇനി ഞാൻ പറഞ്ഞോളാം ഭരതേട്ടന്റെ പുതിയ കഥ ഈ നാട്ടുകാരോട്. ഇനി ആരോടും ഒന്നും പറയാൻ പോവണ്ട. നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്ക്. ബാക്കിയെല്ലാം തനിയെ സംഭവിച്ചുകൊള്ളൂ. അമ്മ പറഞ്ഞത് ശരിയാ. ഈശ്വരനാ എല്ലാം തീരുമാനിക്കുന്നത്. ബാക്കിയെല്ലാം തനിയെ സംഭവിച്ചോളൂ. ഭരതൻ ഒരു നല്ല കുട്ടിയായി വളരേണ്ടതായിരുന്നു മോളെ. വിശ്വേട്ടൻ അവനെ ഇങ്ങനെ ആക്കിയത്. ഇനി അവനെ പഴയ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കരുത്. ഇനി ഭരതേട്ടൻ എന്റെ മാത്രമല്ലേ. ആരവകാശം പറഞ്ഞു വന്നാലും വിട്ടുകൊടുക്കില്ല ഞാൻ. വല്ലപ്പോഴും ഒക്കെ ഞാൻ കാണാൻ വരും. അപ്പോയിന്റ്മെന്റ് തരണേ. അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിൽ വരാമല്ലോ. അതിനാരോടും അനുവാദം ചോദിക്കണ്ട. കല്യാണത്തിന് വീട്ടിൽ നിന്ന് ആരും വന്നില്ലെങ്കിൽ നിനക്ക് വിഷമാവില്ലേ? അതിന് ഞാനെന്തിനാ വിഷമിക്കുന്നത്? ഇത് ആർഭാടമായ കല്യാണമൊന്നും അല്ലല്ലോ. എന്നാലും സാരമില്ല. പിന്നീട് ഏട്ടനും ഏട്ടത്തിയമ്മയും എന്നെ മനസ്സിലാക്കിക്കോളും. അശ്വതി ചെയ്തത് തന്നെയാണ് ശരിയെന്ന് ആരും പറഞ്ഞു കൊടുക്കാതെ അവര് മനസ്സിലാക്കിക്കോളും. രജിസ്റ്റർ ഓഫീസിൽ ഞാൻ വരും മോളെ, നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കാൻ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ രണ്ടുപേരെയും പുതിയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. പിന്നെന്തിനാ മറ്റുള്ളവരൊക്കെ? ഈ സ്നേഹം മാത്രം മതിയല്ലോ ഞങ്ങൾക്ക് മരണം വരെ ഓർമ്മിക്കാൻ. ജീവിച്ചു തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഇനി ഒരിക്കലും തമാശയ്ക്ക് പോലും മരണത്തെപ്പറ്റി പറയരുത്. ഇത്രയും കാലം എനിക്കെല്ലാം ഒരു തമാശയായിരുന്നു. ജീവിതം പോലും. അവിടെ രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ മരണം കാത്തു നിന്നിരുന്നു പലതവണ. സ്നേഹിക്കുന്നവരുടെ ഇടയിൽ നിന്നും എന്നെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ. ഭരതേട്ടനെ വീണ്ടും കാണുന്നതുവരെ മരിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോ ഈ ഇഷ്ടം പെട്ടെന്ന് തോന്നിയതല്ല? അല്ല, വർഷങ്ങൾക്ക് മുൻപേ ആ മുഖം മനസ്സിനുള്ളിൽ ഫ്രെയിം ചെയ്ത് ചില്ലിട്ട് സൂക്ഷിച്ചിരുന്നു ഞാൻ. ഇങ്ങനെ ഒരു ദിവസം വരാൻ, കയ്യകലത്തിൽ എന്റെ ഭരതേട്ടനെ കിട്ടാൻ, എന്നിട്ട് സ്നേഹിച്ച് സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കാൻ. അത്രയ്ക്ക് തീവ്രമാണോ ഭരതനോടുള്ള നിന്റെ സ്നേഹം? ഇതറിഞ്ഞാൽ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എങ്കിൽ ഞാൻ അറിയിച്ചോളാം, കല്യാണം കഴിയുന്ന രാത്രിയിൽ തന്നെ. സ്നേഹം കൊണ്ട് തുള്ളിച്ചാടട്ടെ. സ്നേഹം വാരിക്കോരി കൊടുത്ത് മനസ്സിൽ നിന്ന് പഴയതൊക്കെ മായ്ച്ചു കളഞ്ഞ് പുതിയത് എഴുതി തീർത്തോളാം ഞാൻ. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഭരതനും അങ്ങനെയാ, എന്തൊക്കെയോ പറയുന്നു. പക്ഷെ അവന്റെ കണ്ണുകൾ എനിക്കെല്ലാം പറഞ്ഞു തരും. വിശ്വസിച്ചോ അശ്വതി, ഇനി നിന്റെ നിഴലിൽ ചവിട്ടാൻ പോലും വിശ്വേട്ടന് കഴിയില്ല.
കത്തുന്നില്ലേ? ഉം ഉം. ഒരു രക്ഷയില്ല. മാറി നിക്ക്. ആളുകളെ കൊല്ലുന്ന പോലെ അത്ര എളുപ്പം സ്റ്റൗ കത്തിക്കാൻ പറ്റില്ല. ഞാൻ കത്തിച്ചുതരാം. നല്ലത് പറയുമ്പോഴും ഈ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിന് അശ്വതി. നീ ഭരതേട്ടെന്ന് വിളിക്കുന്നത് ആസ്വദിക്കാനുള്ള മൂഡ് പോകും. അതിപ്പോഴും ആസ്വദിക്കണ്ട. കല്യാണം കഴിയട്ടെ ആദ്യം. റൊമാൻസ് ഒക്കെ പിന്നെ. ഇനി എടുത്ത് വെക്ക്. ആകെ ശേഷിച്ചിട്ടുള്ളത് കുറച്ചു കാലത്തെ ജീവിതമാണ്. ഞാനതൊന്ന് ആസ്വദിച്ചോട്ടെ. വർഷങ്ങൾക്ക് മുൻപ് ആസ്വദിച്ചതല്ലേ എല്ലാം. ഇനി ആസ്വദിക്കാനുള്ളത് നിന്റെ തന്നെ നിലവിളിയാ. ഇത്ര പെട്ടെന്ന് ഈ സ്റ്റൗ എങ്ങനെ കത്തിച്ചു? അതിനാ വീട്ടിലെ വിളക്കായി കുടുംബത്തിലൊരു പെണ്ണ് വേണോന്ന് പറയുന്നത്. ഓ, മനസ്സിലായി. എന്ത്? കറണ്ട് പോയാ വീട്ടിൽ വേറെ വിളക്ക് വേണ്ടാന്ന്. ഓ, തമാശ. അത് നേരത്തെ പറഞ്ഞെങ്കിൽ ചിരിക്കായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു കാര്യം മാത്രമേ ചോദിക്കാവൂ. ഉം. ഞാൻ റെഡി. ചോദിച്ചോ. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ധൃതിയാ എനിക്ക്. കൊണ്ടുവരുന്ന എന്തിനാ? ഞാൻ വന്നില്ലേ. വന്നാലും തിരിച്ചു പോവില്ല. തിരിച്ചു ചെല്ലാതിരുന്ന അന്വേഷിച്ചേട്ടൻ ഇങ്ങോട്ട് വരും. എന്നാ ഞാൻ വീട്ടിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്തോണ്ട് വരട്ടെ? വരാൻ തയ്യാറായി നിൽക്കല്ലേ ഞാൻ. പിന്നെന്തിനാ കിഡ്നാപ്പ്? കല്യാണത്തിന് ഇനി ഒരാഴ്ച കൂടിയില്ലേ. അത്രയും നാൾ കാത്തിരിക്കാൻ വയ്യ. 8 വർഷം കാത്തിരുന്നില്ലേ? ജയിലിലും മനസ്സിൽ നീ ഉണ്ടായിരുന്നു അശ്വതി. എങ്കി പിന്നെന്താ? അതുപോലെ ഇപ്പോഴും മനസ്സിൽ കാത്തുവെച്ചൂടെ? ഇനി മനസ്സ് കാത്തുവെക്കുന്നതിനാ? നേരിട്ട് മുന്നിൽ നിൽക്കുകയല്ലേ, കണിക്കൊന്ന പൂത്തതുപോലെ. എന്റെ ഈശ്വര, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എവിടുന്ന് പഠിച്ചു? പഠിച്ചതല്ല, നീ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുമ്പോ എല്ലാം സ്വയം തോന്നുന്ന. ഒടുവില് കവിതയും കഥയൊക്കെ എഴുതുവോ? നീ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ ഞാൻ പിടിച്ചടക്കും. എന്നിട്ട് എന്തിനാ? അവിടെ രാജാവും രാജ്ഞിയുമായിട്ട് വാഴ. ഇത് എന്തു പറ്റിയെന്ന് മെന്റലായോ? ഇന്ന് പുതിയ ജന്മം തുടങ്ങിയതുപോലെ തോന്നുന്നു. അവിടെ ഞാനും നീയും അമ്മയും മാത്രമേ ഉള്ളൂ. ഒരാളെ അതിക്രമിച്ചു കയറിയെന്ന് വരും. ആരാ? വിശ്വംഭരൻ. ഞാൻ മുതലാളിയോട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്നെ തേടി വരരുതെന്ന്. എന്നാലും അയാൾ വരും ഭരതേട്ട. നമ്മുടെ സമാധാനം തകർക്കാൻ. ചിലപ്പോ കൊല്ലേണ്ടി വരും അയാളെ. ഇനി എനിക്ക് ആരെയും കൊല്ലാൻ പറ്റില്ല ശ്രുതി. പക്ഷേ നിങ്ങളെ കൊല്ലാൻ അയാൾ വന്നാലോ? എന്തു ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. ഭരതേട്ടന്റെ മുന്നിലിട്ട് അയാൾ എന്നെ. നീ നമുക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ. പറയാം, പക്ഷേ കരുതിയിരിക്കണം. ഒരുപാട് ശത്രുക്കളുണ്ട് ഭരതേട്ടന്. വിശ്വംഭരൻ മാത്രമേ നേരിട്ട് വരാനുള്ളൂ. കാണാമറിയത്ത് ഒരുപാട് പേരുണ്ട്. ഓർക്കാപ്പുറത്ത് ആരെങ്കിലും. നീ പറഞ്ഞത് ശരിയാ. നേരിട്ട് വരുന്ന ശത്രുവിനെ മാത്രമേ നമുക്ക് എതിർക്കാൻ പറ്റൂ. ചതിക്കുഴികൾ ഒരുക്കി എന്നെ കൊല്ലാൻ കാത്തിരിക്കുന്നവരുമില്ലേ, അവരെയോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? തിരിച്ചറിയുന്നതിന് മുൻപ് നീ തീർന്നിട്ടുണ്ടാവും. നിന്റെ അമ്മയുടെ നിലവിളി പ്രതിധ്വനി പോലെ ഈ നാടിന്റെ കാതുകളിലുണ്ടാവും. തൊട്ടടുത്ത് ഞാനുണ്ട്. നിന്റെ മരണമായിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല നിനക്ക്. ഭരതന് താമസിക്കാൻ ഒരു വീട് കിട്ടിയിട്ടുണ്ട്. വീടോ? അതെങ്ങനെ സംഘടിപ്പിച്ചവൻ? സ്വയം സംഘടിപ്പിച്ചതല്ല, മാഡം സഹായിച്ചതാണ്. മാഡം? ഓ, ഭാനുമതി. ഇപ്പോൾ ഭരതനെ സഹായിക്കുന്നത് മുതലാളിയുടെ ഭാര്യ മാത്രമാണ്. മുളയിലേ നുള്ളിയില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. രണ്ടിനെയും ആ വീട്ടിനുള്ളിൽ ചുട്ടെടുത്താലോ? മഹേന്ദ്രന്റെ കണ്ണുവെട്ടിച്ച് ഇനി നമുക്കൊരു കൊല നടത്താൻ പറ്റില്ല. കഴുകൻ കണ്ണുകളുമായി അയാൾ കാത്തിരിക്കുന്നുണ്ട്. ചെറിയൊരു തെളിവ് കിട്ടാൻ ചെറിയൊരു സൂചന കൊടുത്താൽ മതി. മഹേന്ദ്രൻ ചവിട്ടിക്കുലുക്കി ഇങ്ങോട്ട് പോരും. എന്ത് വില കൊടുത്താലും നമുക്കവനെ തിരിച്ചു വേണമല്ലോ ബോസേ. അവൻ അടുക്കുന്നില്ലല്ലോ മുതലാളി. നല്ലവനായി ഇന്ന് പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കുക. കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ഇഞ്ച ചതയ്ക്കും പോലെ ചതച്ചാലോ? അറിയാമല്ലോ ഭരതനെ. ശരിക്കും അവന്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമാണ്. തൽക്കാലം നമുക്കവന് വിടാൻ ബോസ്. പകരം അശ്വതി പെണ്ണില്ലേ, വിജയന്റെ വീട്ടിൽ പൊക്കിയാലോ നമുക്ക് അവളെ? അത് കൂടുതൽ അപകടമില്ലേ? ആ പെണ്ണിന് വേണ്ടി അവൻ ഇപ്പോഴും ജീവൻ കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. എന്നാലും ആ കല്യാണം നടന്നൂടെ ബോസേ? അത് മുടക്കണം. വീട്ടിലേക്ക് വന്ന് ഏട്ടനുമായി സംസാരിക്കാന്ന് അമ്മ സമ്മതിച്ചോ? എനിക്ക് അതാദ്യമേ അറിയായിരുന്നു. എന്ത്? നടക്കില്ലെന്ന്. പിന്നെ എന്തിനാ അമ്മയോട് സംസാരിച്ചത്? മനുഷ്യന്റെ മനസ്സല്ലേ, എപ്പോഴാ മാറ്റം ഉണ്ടാവുമെന്ന് ആര് കണ്ടു? പക്ഷേ
ചില മനസ്സുകൾ മരണം വരെ മാറില്ല. മായയുടെ മനസ്സും അങ്ങനെ തന്നെയാണോ? ഉത്തരം കിട്ടാൻ ഒരു ചോദ്യം ബാക്കിയുണ്ടല്ലേ? പിന്നീട് ആലോചിച്ചപ്പോ തോന്നി ഉത്തരം വേണ്ടാന്ന്. അതെന്താ? എന്നെ ഇഷ്ടമില്ലാന്നെങ്ങാനും പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം നഷ്ടമായാലോ? എന്നെ കിട്ടാൻ വേണ്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്യണമായിരുന്നോ എന്ന് ആലോചിച്ചിട്ടില്ലേ? ഇല്ല. എന്തുകൊണ്ടാ? ഇപ്പോഴും കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അത് ആലോചിക്കുന്നത്? പുതിയൊരു വിശേഷമുണ്ട് പറയാൻ. ഹോ, ആശ്വാസമായി. ഞാൻ അന്യനല്ലാന്ന് തോന്നി തുടങ്ങിയല്ലോ. അതല്ലേ ആ വിശേഷം എന്നോട് പറയണമെന്ന് തോന്നിയത്. അതൊരു വിശേഷമല്ല, എന്റെ ചേച്ചിയുടെ കല്യാണം. നല്ല കാര്യായി. പക്ഷെ കല്യാണക്കാരി ഇങ്ങനെ അല്ല പറയേണ്ടത്, നല്ല സന്തോഷത്തോടെ പറയണം. പറയണമെന്നുണ്ട്. എനിക്കാ ഇപ്പൊ കൂടുതൽ സന്തോഷം. അല്ല, നമ്മുടെ റൂട്ട് ക്ലിയർ ആയല്ലോ. ക്ലിയർ ആവണമെങ്കിൽ ഇനിയും കടമ്പകൾ കടക്കാനില്ലേ? ആദ്യം നിങ്ങളുടെ അമ്മ വന്ന് ഏട്ടനെ കാണണം, പെണ്ണ് ചോദിക്കണം. അപ്പോ അച്ഛനും അമ്മയില്ലാത്തവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല? അച്ഛനും അമ്മയും ഇല്ലാത്തവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? പറ്റും. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേരും ഉണ്ട്, അതാ കുഴപ്പം. കൂടുതൽ കുഴപ്പം യശോദാമ്മയെ പോലെ ഒരു അമ്മയുണ്ടായതാ. അതല്ലേ ഞാൻ വിളിക്കുന്നത്, മറ്റൊരു വീട്ടിലേക്ക്. ഈ കഴുത്തിലൊരു താലി ചാർത്തിയിട്ട് ബന്ധുക്കൾ ആരുമില്ലാതെ നമ്മൾ മാത്രമായിട്ടൊരു ലോകം. ശല്യപ്പെടുത്താൻ ആരും വരില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നെ മടുത്താ എങ്ങോട്ട് പോകും ഞാൻ? നല്ലത് ചിന്തിച്ചൂടെ? ചിന്തിക്കാം. നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചാ യമുന ജീവിതം അവസാനിപ്പിച്ചാലോ? ആ പാപഭാരം മരണം വരെ കൂടെ ഉണ്ടാവില്ലേ? ഈ പറഞ്ഞതിനർത്ഥം യമുന സമ്മതിച്ചാൽ നമ്മുടെ കല്യാണം നടക്കുമെന്നല്ലേ? ഞാൻ സമ്മതിപ്പിച്ചാലോ അവളെ? യമുനെ എനിക്കറിയാം, അവൾ ഒരിക്കലും നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ചേച്ചി ആരാ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചില്ലല്ലോ. ആരാ? ഭരതൻ. ഭരതനോ? അതെ. നിന്റെ ചേട്ടൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? ഛേ, നാട് വിറപ്പിച്ചടക്കുന്ന വെറൊരു ഗുണ്ടയല്ലേ അയാള്. ചേച്ചി അവന് പിടിച്ചു കൊടുക്കുന്നതിൽ ഭേദം. ഛേ, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ചേച്ചിക്ക് ഇഷ്ടമായി അയാള്. നിന്റെ ഏട്ടൻ ഞാൻ വിചാരിച്ചത്ര സാധുവൊന്നുമല്ല. വരം ഭരതനാവുമ്പോ സ്ത്രീധനം വേണ്ടി വരില്ലല്ലോ. ഈ കല്യാണം ഏട്ടന് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. ഭരതനേക്കാൾ മോശക്കാരനല്ലല്ലോ ഞാൻ. ചേച്ചി അയാൾക്ക് കൊടുക്കാമെങ്കിൽ നിന്നെ എനിക്ക് തന്നൂടെ ഏട്ടന്? അനുസരിക്കണം. ഞാനില്ലാത്ത കുറവ് അവരറിയരുത്. ഒരിക്കലും നീ എന്നെ പോലെ ആവരുത്.
നമുക്ക് പോയിക്കൂടെ ഒപ്പം? അവളെ ഒറ്റക്ക് വിടല്ല വിജയേട്ടാ. നിനക്കെങ്കിലും കൂടെ പോയിക്കൂടെ മോളെ? വിജയേട്ടാ, നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ അവള്. പൊക്കോട്ടെ ശാരദേ, അയ്യോ പൊക്കോട്ടെ. അറിയാം, പിറക്കാതെ പോയ മകന്റെ കല്യാണമാണ്. ഒരു അമ്മയുടെ സാന്നിധ്യം വേണമല്ലോ അവിടെ, എന്നാലല്ലേ ചടങ്ങ് പൂർണ്ണമാകൂ. ഒരു സാക്ഷിയും വേണമല്ലോ. വിളിച്ചു പറഞ്ഞു ഡിസൂസ അശ്വതി അവിടെ എത്തിയിട്ടുണ്ടെന്ന്. കല്യാണപ്പെണ്ണായി അണിഞ്ഞൊരുങ്ങി, തലയിൽ മുല്ലപ്പൂക്കെ ചൂടി. പക്ഷെ പോയിട്ട് കാര്യമില്ല ഭാനുമതി, ആ കല്യാണം നടക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഒരുപാട് തവണ ആലോചിച്ചു. ആ തലതെറിച്ച പെണ്ണിനെ കൊന്നു കളഞ്ഞേക്കാൻ ആദ്യം ഡിസ്യൂസോട് പറഞ്ഞതാ ഞാൻ. പക്ഷെ മഹേന്ദ്രൻ മണത്ത് നടക്കില്ലവൻ. എന്തെങ്കിലും ഒരു ചെറിയ തെളിവ് കിട്ടാൻ. കൊന്നാലൊരു ചുക്കം സംഭവിക്കില്ലെന്ന് അറിയാഞ്ഞിട്ടില്ല. ചുറ്റും തീയിട്ട് പോച്ച് രക്ഷപ്പെടാനാകാത്ത വിധം ഒരു കുരുക്ക് മുറുക്കി നിന്നെ അശ്വതയും ജീവനോടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്താൽ ചിലപ്പോ എന്റെ മനസ്സ് മാറില്ല ഭനോദി. എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇപ്പോഴും ഭരതന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഒരിറ്റ സ്നേഹം ബാക്കിയുണ്ട്. അത് നഷ്ടപ്പെടുത്തരുത്. എന്താ തപസ് ചെയ്യും പോലൊരു ഇരിപ്പ്? എന്നെ കൊല്ലാനെന്താ വഴിയെന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്നത് ഞാനല്ലല്ലോ. എന്റെ ശല്യം തീർക്കാൻ ഏതറ്റം വരെ പോകാനും നിങ്ങൾ തയ്യാറല്ലേ? ശരിയാ ഭാനുവതി, നിന്നൊന്ന് ഒഴിവാക്കി കിട്ടാൻ ഞാൻ പല തവണ ചിന്തിച്ചതാ. പിന്നെ എന്താണാവോ ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചത്? നീ ഭരതന്റെ അമ്മയല്ലേ, അത്ര എളുപ്പം കൊല്ലാൻ പാടുന്നോ? ഇനി നിന്നെ വെച്ച ഞാൻ അവനുമായിട്ട് വിലവേശം പോകും. എന്നാലും നിങ്ങളുടെ കൂടെ അവൻ വരില്ല വിശ്വട്ട. ഇപ്പം ഞാൻ അങ്ങനെയാണ് അവന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്നെ അവന്റെ മുന്നിൽ കൊന്നിട്ടാലും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കില്ല. അവൻ കൂടെ വരില്ലെന്ന് ഉറപ്പായ പിന്നെ മറ്റൊന്നും ഞാൻ ചിന്തിക്കില്ല. ഒരേ ഒരു ബുള്ളറ്റ്, ജീവൻ പറന്ന് മേലോട്ട് പോകും. അതത്ര എളുപ്പമാണോ? ഇത്രയും കാലം ഒപ്പമുണ്ടായിട്ടും നിങ്ങൾക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. പലപ്പോഴും പറയാറുണ്ടല്ലോ, ഭരതന് തുല്യം ഭരതൻ മാത്രമേ ഉള്ളൂന്ന്. അതൊക്കെ ശരിയാണ് ഭാനു. പക്ഷെ സ്വർണം കാക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മേലെ അത് വളർന്നാൽ വെട്ടിക്കളയണ്ടേ? അവനെ തനിച്ച് ജീവിക്കാൻ വിട്ടാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അശ്വതിയെ കല്യാണം കഴിച്ച് അവര് സമാധാനത്തോടെ ജീവിച്ചോട്ടെ വിശ്വട്ട. അങ്ങനെ ഒരു കല്യാണം നടന്നുകൂടാ ഭാനുമതി. എന്ത് വില കൊടുത്താലും ഞാനത് നടത്തില്ല. നിങ്ങൾക്കത് കഴിയുമെന്ന് തോന്നുന്നില്ല. കാണാൻ പോകുന്ന പോരല്ലേ, അധികം പറയാനില്ല. കണ്ടു തന്നെ അറിയണം. നീ കാണിച്ച് തരാൻ ഞാൻ.
ഇറങ്ങാം. പോകാൻ തീരുമാനിച്ചെങ്കിൽ പൊക്കൂടെ? എന്നോട് ചോദിക്കുന്ന എന്തിനാ? ഏട്ടത്തിയല്ല, അമ്മയല്ലേ ഞാൻ. അങ്ങനെ വിളിക്ക്. ഏട്ടന്റെ അനുഗ്രഹം കിട്ടി. ഇനി എനിക്ക് യാത്ര പറയാനുള്ളത് എന്റെ അമ്മയോട്. പൊയ്ക്കോട്ടെ. മോളെ, എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിന്റെ കല്യാണം നടത്തണമെന്ന് ഞാൻ മോഹിച്ചിരുന്നു. പറ്റിയില്ലല്ലോ മോളെ. എവിടെ പോയാലും എന്റെ അനുഗ്രഹം ഉണ്ടാവും. മോള് പൊയ്ക്കോ. ഇനി നീ ഇവിടെ നിന്ന് ഞാൻ തളർന്നു പോവും മോളെ. മോളെ, പോയിട്ട് വരട്ടെ എന്നാ പറയേണ്ടത്. പക്ഷെ എന്റെ കാര്യത്തിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് ഞാൻ പറഞ്ഞല്ലേ. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുരക്ഷിക്കുമെന്ന് വാക്കുകൊടുത്തല്ലേ. മരിക്കുകയാണെങ്കിൽ അതൊന്നിച്ച്, ജീവിക്കുകയാണെങ്കിലും ഒന്നിച്ച്. നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് 100 വട്ടം ആണയിട്ട് പറഞ്ഞതല്ലേ ഞാൻ. ഒരു ഭിക്ഷക്കാരനെ പോലെ 2 കൈ നീട്ടി യാചിച്ചതല്ലേ ഞാൻ. എന്നിട്ടും എന്താ നിന്റെ ഏട്ടൻ എന്നെ മനസ്സിലാക്കാത്തത്? കരയരുത്. മറ്റെന്തും ഞാൻ സഹിക്കും. നിന്റെ കണ്ണ് നിറഞ്ഞ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. വിജയേട്ടാ, അശ്വതിയുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് കേട്ടല്ലോ. ഞങ്ങളെ ഒന്നും വിളിക്കുന്നില്ലേ? അശ്വതിയും ഭരതനും പണ്ടേ കഴിഞ്ഞതല്ലേ കല്യാണം. ഇനി എന്തിനാ മറ്റു ചടങ്ങുകളൊക്കെ? വെറുതെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നാ പോരെ. അനിയത്തിയുടെ ഭർത്താവ് ഒരു ഗുണ്ടയല്ലേ. കോളടിച്ചു വിജയേട്ടാ.
ഇപ്പോൾ ഒരാളെ കൊന്ന ചുരുങ്ങിയത് 500,000 രൂപയെങ്കിലും കിട്ടും. പിന്നെ എന്ത് ചോദിച്ചാലും കൊടുക്കാൻ വിശ്വംഭര മുതലാളി ഉണ്ടല്ലോ. പക്ഷേ അശ്വതിയെ സൂക്ഷിച്ചോളാം ഭരതനോട് പറയണം. വിശ്വംഭരന് ആളത്ര ശരിയല്ല. എന്റെ ഈശ്വര, ഇനി ഞാൻ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? എന്താ കടയിൽ പോയില്ലേ? എങ്ങനെ പോവും? എന്തു പറ്റി? ഇതൊക്കെ നീ കാരണമാ. ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലേ? ആരോടും ചോദിക്കാതെ ഭരതനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ലേ നീ? അതുപോരെ മനുഷ്യനെ തീ തീറ്റിക്കാൻ? ഏട്ടൻ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ആളുകളൊക്കെ ചോദിക്കുക, ഇനി എന്തിനാ നിനക്ക് വീണ്ടും ഒരു കല്യാണമെന്ന്? ഭരതനോടൊപ്പം കൊന്നും കൊല്ലിച്ചും നടന്ന് സുഖമായി ജീവിച്ചൂടെ? എന്തു പറയും ഞാൻ അവരോടൊക്കെ? അശ്വതി ചത്തുപോയെന്ന് എല്ലാവരോടും പറഞ്ഞു കേട്ടാ. കല്യാണം കഴിഞ്ഞ് സുഖമായി പൊറുതി തുടങ്ങാന്ന് നീ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു. മിടുക്കൻ, കൊള്ളാം. പക്ഷേ അതിന് എന്റെ സമ്മതം വേണ്ടടാ നിനക്ക്. വേണ്ടല്ലോ മുതലാളി, യാത്ര പറഞ്ഞ് പിരിഞ്ഞതല്ലേ നമ്മൾ. ഇനി എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ജീവിച്ചോ, അത് ഒറ്റയ്ക്ക് മതി. തൽക്കാലം ഒരു പെണ്ണ് കൂടെ വേണ്ട. അങ്ങനെ ഒരുത്തി ഒപ്പം ഉണ്ടെങ്കിൽ നീ മനസ്സ് മാറി എൻ്റെ കൂടെ വരുമ്പോൾ അവളൊരു ബാധ്യതയാവും. വെറുതെ എന്തിനാ ഭരത ആവശ്യമില്ലാതെ ഒരു പെണ്ണിനെ കൊല്ലുന്നത്? വിട്ടേക്കണ അവളെ. നിങ്ങൾ പറയുന്ന അശ്വതിയുടെ കാര്യമാണോ? എന്താ സംശയം? എങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ദുഃഖിക്കാനോ? അതും ഞാൻ? അതെങ്ങനെ ശരിയാവും? നിനക്കറിയാലോ, വാസന്തി ചത്തിട്ട് പോലും ഞാൻ ദുഃഖിച്ചിട്ടില്ല. എല്ലാരും പറഞ്ഞു വായ്ക്കരിയിടാം. ചത്തുപോയുടെ വായ്ക്കരിടുന്നത് അങ്ങേ ലോകത്ത് ചെല്ലുമ്പോ മോക്ഷം കിട്ടാനല്ലേ? ഒറ്റ ചവിട്ടിന് ഞാനിത് കൊടുത്തല്ലോ അവൾക്ക്. പിന്നെന്തിനാ നമ്മൾ പുറമേ കാണിക്കുന്ന കലാപരിപാടികളൊക്കെ? സത്യം പറഞ്ഞ അവളുടെ ബോഡി ബംഗ്ലാവിൽ സ്റ്റഫ് ചെയ്ത് വെക്കേണ്ടതായിരുന്നു. ഈ വിശ്വംഭരൻ ആരാന്നറിയിക്കാൻ കൂടുതലൊന്നും പറയേണ്ടി വരില്ലല്ലോ. പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നെ വെറുതെ വിട്ടേക്കും മുതലാളി. അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അതിനല്ലല്ലോ 7 വയസ്സ് മുതൽ ഗറില്ല ട്രെയിനിങ് തന്ന് ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത്. പെട്ടെന്നൊരു ദിവസം മനസ്സ് മാറിയെന്ന് പറഞ്ഞ് ഒളിച്ചോടുമ്പോ തരണ്ടേ നിന്റെ തിരുനെറ്റിയിൽ ബുള്ളറ്റ് കൊണ്ടൊരു പൊട്ട്. കൊല്ലാൻ അറിയാഞ്ഞിട്ടല്ല, നിന്നെ ജീവനോടെ തന്നെ വേണമെന്ന് കരുതിട്ടാ. അല്ലെങ്കിൽ യാത്ര പറയാൻ വന്നപ്പോ തന്നെ ജീവനോടെ കത്തിക്കയറുന്നല്ലോ നിന്നെ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പുതിയതായിട്ട് എനിക്കൊന്നും പറയാനില്ല. പഴയതൊക്കെ പറഞ്ഞു തീർന്നാലേ പുതിയത് പറയാനുണ്ടാവും. പഴയതൊക്കെ പറഞ്ഞു തീർന്നിട്ടില്ലല്ലോ. കണക്കുകൾ ഇനിയും ബാക്കിയല്ലേ? ഒരു കണക്കും ഇനി ബാക്കിയില്ല. നിങ്ങളെ ഞാൻ പോലീസിന് ഒറ്റ കൊടുക്കാത്തത് ഞാൻ തരുന്ന വലിയ സൗജന്യമായിട്ട് വേണം കാണാൻ. സൗജന്യം? അതും ഈ വിശ്വംഭരന്? നന്നായിരിക്കുന്നു നിന്റെ പെർഫോമൻസ്. എനിക്കൊരു സൗജന്യം തരാൻ പാകത്തിന് നീ വളർന്നിരിക്കുന്നു. ആട്ടെ, എന്നാ നിന്റെ കല്യാണം? തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ച ഉടനെ അറിയിക്കണം. വന്ന് അനുഗ്രഹിക്കണ്ടടാ ഞാൻ. നിന്നെ മാത്രമല്ല, അശ്വതി അവളെന്റെ ഉദയക്രിയ നടത്താൻ കാത്തിരിക്കാം. എള്ളും പൂവും ചന്ദനവും കൊണ്ട്. ഒരു പെണ്ണെങ്ങനെ ആഗ്രഹിച്ച അവളുടെ മുമ്പിൽ ചത്ത് കിടക്കണ്ടേ ഞാൻ? തീയതി നിശ്ചയിച്ചാൽ ഞാൻ നിങ്ങളെ കാണാൻ വരും. പക്ഷേ നിങ്ങൾ കല്യാണത്തിന് വരരുത് മുതലാളി. അതെന്താടാ? നിനക്കെന്റെ അനുഗ്രഹം വേണ്ടേ? എന്റെ ശവം കണ്ട് ചിരിക്കാൻ കാത്തിരിക്കുന്ന ഉരുമ്പട്ടോളക്ക് നീ എന്റെ സ്വത്താണെന്നും അവകാശം പറഞ്ഞ് വരരുതെന്നും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണ്ടേ? ചെവിക്ക് നുള്ളിക്കോ ഭരത, നിന്നെ അവളുടെ കൂടെ വാടാൻ വിടില്ല ഞാൻ. ഞാൻ ആർക്കും താക്കീത് കൊടുക്കാറില്ല മുതലാളി. പക്ഷെ എതിർക്കാൻ വന്നാ വെറുതെ വിടാറുമില്ല. രണ്ടും നിങ്ങൾക്കറിയാം. അവസാനമായിട്ട് പറയാം, ഞാൻ അശ്വതിയെ ഉപദ്രവിക്കാൻ വന്നാൽ എന്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും. ഞാൻ കാണാത്ത ഏത് മുഖമാടാ നിനക്ക്? അത് കാണിച്ചു തരാം ഞാൻ, ഇനി വീണ്ടും കാണേണ്ടി വന്നാൽ. പോട്ടടാ.
എന്താ? ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും കിട്ടി ഇങ്ങനെ ഒരു സെറ്റപ്പ്. ഇനിയൊരു പെണ്ണും വരും അല്ലേടാ? അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാ, അതിലൊന്നും തലയിടണ്ട. എന്നെ ലോക്കപ്പിലിട്ട് പൂട്ടിയതോ? അതും പേഴ്സണൽ കാര്യമാണോ? അത് നിങ്ങൾ എന്നെ കാരണമില്ലാതെ തല്ലിയിട്ടല്ലോ. കാരണമില്ലാതെ തല്ലിയാൽ ഉടൻ ലോക്കപ്പിലോട്ട് പൂട്ടും ഒരു DSP. പോലീസിന്റെ പണി ചെയ്യണം, ക്രിമിനലിന്റെ പണി ചെയ്യരുത്. എന്നെ ശിക്ഷിക്കാൻ നീ ആരടാ? സത്യമായിട്ടും ഇതിന്റെ ഉത്തരം വേണോ ബോസേ? വേണം. ഇപ്പോഴല്ല, ഈ വീടൊന്ന് പരിശോധിച്ചിട്ട്. വീട് പരിശോധിക്കാനോ? എന്തിന്? അത് പരിശോധിച്ച് കഴിഞ്ഞിട്ട് പറയാം. മതി. പക്ഷേ പരിശോധിച്ചിട്ട് ഇവിടുന്നൊന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് കൈയും വീശി ഇറങ്ങി പോയാ ബോസേ, ഞാൻ ഉറപ്പായിട്ടും നിനക്ക് പണി വരും. എന്താടാ ഈ പാക്കറ്റില്? പാക്കറ്റോ? ഉരുണ്ട് കളിക്കുന്ന പുന്നാര മോനെ. പറടാ, എന്താ ഇത്? ബോസേ, ഇത് ചതിയാ. ചതി തന്നെയാ. ഞാനും വിശ്വംഭര മുതലാളിയും കൂടെ ചേർന്ന് നിന്നെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത കളി. ഇത് മയക്കുമരുന്നാടാ. ഇതിവിടെ കൊണ്ടുവച്ച ഞങ്ങൾ തന്നെയാ. മയക്കുമരുന്ന് കേസിൽപ്പെട്ട അകത്തായാൽ നീ അടുത്ത കാലത്തൊന്നും പുറലോകം കാണില്ല. ബോസേ, ഈ ചതി ചെയ്തതിന് നിന്നെ ഞാൻ ശിക്ഷിക്കും. ഇന്ന് എന്റെ കല്യാണമാണ്, ഉപദ്രവിക്കരുത് പ്ലീസ്. ഉപദ്രവിക്കും. ഈ കല്യാണം നടക്കാൻ പാടില്ല. ഭരത, കാക്കോട് കളിക്കരുത്. ഞാൻ ബോസേ, എന്നെ കൊണ്ടുപോയാ പിന്നെ ജീവനോടെ തിരിച്ചു വിടരുത്. തല്ലി കൊന്നേക്കണോ എന്നെ ലോക്കപ്പിലിട്ട്. ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ നിന്നെ വെറുതെ വിടത്തില്ലടാ ഞാൻ. ആരെക്കാത്ത് നിൽക്കുകയാണ് ഇവിടെ? ഓ, നിന്റെ മറ്റവനെ. മര്യാദയ്ക്ക് സംസാരിക്കണം. അയ്യോ, മര്യാദയ്ക്ക് സംസാരിക്കാം. ആരെക്കാത്ത് നിൽക്കാൻ മോളെ? എന്റെ ഭരതൻ അല്ലേ? എന്നാ കേട്ടോ, കാത്തു നിൽക്കണ്ട, അവൻ വരില്ല. അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ തീരുമാനിക്കുന്ന ഞാൻ തന്നെയാ. തീരുമാനിച്ചു, ഭരതനെ പോലീസ് കൊണ്ടുപോയി. വെറുതെ കൊണ്ടുപോയതല്ല, കുടിക്കുക ഞാൻ അവനെ. മയക്കുമരുന്ന് കേസ്. അടുത്തെങ്ങും നിന്റെ കല്യാണം നടക്കാൻ പോണില്ല. തിരിച്ചു വരണ്ടേ അവൻ ജയിലിൽ നിന്ന്. പാതി ജീവനാക്കി ഞങ്ങൾ അവനെ ഹൈക്കോടതിയിൽ ഹാജരാക്കും. വീണ്ടും സെൻട്രൽ ജയിൽ. അവിടെയും പ്രസാദം ആവശ്യത്തിന് കൊടുക്കും. തല്ലി കൊല്ലൂടെ അവനെ ജയിലിനകത്തിട്ട്. അത് വെറും വ്യാമോഹ. ഭരതനെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നെ അയാൾക്ക് വേണം. വേണമെന്നല്ല, കിട്ടിയേ തീരൂ. ഭരതൻ വരും മുതലാളി. ഇരുമ്പഴി തകർത്തിട്ടായാലും അശ്വതി വഴിക്കണുമായി കാത്തിരിപ്പുണ്ടെന്ന് ഭരതൻ അറിയാം. അത് നിങ്ങൾ മറന്നു. കാണാം, നമുക്ക് അങ്ങനെ തന്നെ വരണം. നിങ്ങൾ ഭരതനെ എന്തു ചെയ്തു? പേടിക്കണ്ട, കൊന്നിട്ടൊന്നുമില്ല.
ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ്. മനസ്സിലായില്ല. പോലീസ് അവന്റെ വീട്ടിൽ നിന്ന് ബ്രൗൺ ഷുഗർ കണ്ടെടുത്തു പോകാനോ? ഞാനിത് വിശ്വസിക്കില്ല. ഭരതൻ അങ്ങനെ ചെയ്യില്ല. ശരിയാ, ഭരതൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതവിടെ കൊണ്ടുവച്ചത് മറ്റാരുമല്ല, നമ്മുടെ ഡിസൂസയാ. എന്തായാലും പോലീസ് ഭരതനെ പൊക്കി. ഇനി ഈശ്വരൻ നേരിട്ട് ഇറങ്ങി വന്നാലും അവനെ രക്ഷിക്കാൻ പറ്റും. പിന്നെ ഞാൻ വിചാരിക്കാൻ പറ്റില്ലല്ലോ, ഇപ്പൊ അവൻ എന്റെ ശത്രുവല്ലേ. നോൺ ബെയിലബിൾ ഒഫൻസാ. കിടക്കട്ടെ ഒരു 10 കൊല്ലം സെൻട്രൽ ജയിലിൽ. എന്താ അമ്മേ? വിശ്വേട്ടൻ ചതിച്ചു. ഭരതനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ അറിഞ്ഞു. മുതലാളി പറഞ്ഞു. സാരമില്ല, കഴിയുന്നതും വേഗം ഞാൻ അവനെ രക്ഷിക്കും. നിനക്ക് തിരിച്ചു പോവാൻ പറ്റില്ലല്ലോ വീട്ടിലേക്ക്? ഇല്ല. എന്നാ വാ. എങ്ങോട്ട്? ഇനി നീ താമസിക്കേണ്ട വീട്ടിലേക്ക് വാ. കേറ്. വാ. വലതുകാല് വെച്ച് കയറിക്കോ. ഇനി ഇത് ഭരതന്റെ മാത്രമല്ല, നിന്റെയും വീടാ. കയറിക്കോ. വിളക്ക് കത്തിക്കുമോളെ. ഇപ്പൊ നീ സുമംഗലിയായി. ഇനി കഴുത്തിലൊരു താലി. അത് ഭരതം വന്നിട്ട്. എനിക്കങ്ങ് ഇഷ്ടമായി. എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല. പക്ഷെ തീരുമാനിക്കണം ഭരത. ബോസേ, നീ വെറുതെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കല്ലേ. പുറത്ത് വന്നാൽ നിന്നെ വെറുതെ വിടില്ല ഞാൻ. ഒരു ഡിവൈഎസ്പി നീ എന്ന് വിളിക്കുന്നോടാ. ഇടിച്ച് പത വരുത്തും ഞാൻ. നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. ഓർമ്മയുണ്ടല്ലോ പണ്ട് നടന്നതൊക്കെ? അതൊക്കെ ഞാൻ പുറത്ത് പറഞ്ഞ അപ്പൊ ഊരി വെക്കേണ്ടി വരും നീ കാക്കി. അതിന് നിന്നെ ഞാൻ പുറത്ത് വിടില്ല. ഇന്ന് എന്റെ കല്യാണമല്ലേ, എന്തിനാ പിടിച്ചുകൊണ്ടത്? ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഇവൻ പുതിയ ബിസിനസ് തുടങ്ങി. മയക്കുമരുന്ന് കച്ചവടം. മയക്കുമരുന്ന് കച്ചവടം? നല്ലവനായെന്നാണല്ലോ ഞാൻ കേട്ടത്. പെട്ടെന്നെന്താ ഇങ്ങനെ? വീട് പരിശോധിച്ചപ്പോ അവിടെ നിന്ന് ബ്രൗൺ ഷുഗറിന്റെ പാക്കറ്റും കിട്ടി. ബ്രൗൺ ഷുഗറോ? ആരാണ് നിനക്ക് ഷുഗർ തന്നത്? അഭിനയിക്കണ്ട, അത് അവിടെ കൊണ്ടുവച്ചത് നിങ്ങളല്ലേ? ഞാനല്ല, നമ്മുടെ ഡിസൂസേൻ രാജാജി. നിനക്കറിയാലോ അവരെ. മന്ദബുദ്ധികളാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും.
എന്നോട് കളിക്കരുത്. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തകർക്കരുത്. പാവപ്പെട്ട പെണ്ണ് അശ്വതി. പണ്ട് നീ അവളെ ഒരുപാട് സ്നേഹിച്ചതല്ലടാ. വീണ്ടും എന്തിനാ പുതിയൊരു സ്നേഹം? തൽക്കാലം മനസ്സുമാറി എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ മറക്കണം നീ അവളെ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ നേരെ SP മഹേന്ദ്രന്റെ അടുത്തേക്ക് പോകും. എന്തിനാടാ? അത് നിങ്ങളെ വിലങ്ങിന്റെ കിലുക്കം കേൾപ്പിക്കാൻ. ഒരിക്കലും അവനെന്നെ കേൾപ്പിച്ചതാ. അപ്പൊ നീ ജയിലിലായിരുന്നു. പക്ഷെ എന്നെ തൊട്ട കൈ പൊള്ളുന്നു അതോടെ അയാൾ അറിഞ്ഞു. അവസാനമായിട്ട് ഞാൻ പറയാം, എന്നെ വെറുതെ വിട്. നിങ്ങളുടെ ഒരു രഹസ്യവും എന്റെ നാവിൽ നിന്ന് ചോരില്ല.